ഇടതുപക്ഷം ഹൃദയപക്ഷം വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻസ്, ഗ്രൂപ്പ് അംഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ, ആദ്യം തന്നെ ഇത്തരമൊരു ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഗ്രൂപ്പ് അഡ്മിൻസിനെ അറിയിക്കുകയാണ്. ഒപ്പം എൻ്റെ ഒരു പ്രയാസം കൂടി പറയുകയാണ്. ഞാനൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനം നടക്കുന്ന ഡൽഹിയിൽ നിന്നാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഏൽക്കുന്ന സമയത്ത് മറ്റ് അജണ്ടകളൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു അജണ്ട വന്നതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയപരിമിതിയുണ്ട്. വളരെ കുറച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ സംസാരിച്ചുകൊണ്ട് ചുരുക്കാം. വളരെ കലുഷിതമായ ഒരു കാലത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നമ്മൾ. തീർച്ചയായും കാലിക പ്രസക്തമായ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ ഒരു ഇടമുണ്ടാക്കി ഇതുപോലൊരു ചർച്ച, ഒരു സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ആദ്യം തന്നെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസിനും അതുപോലെ തന്നെ ഗ്രൂപ്പിലെ മുഴുവൻ സഖാക്കളെയും അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഓരോ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും സ്ഥിതികളെക്കുറിച്ചും അറിയുന്നതിൻ്റെ കൗതുകവും ആകാംക്ഷയും ഒക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിലെ വിവരങ്ങൾ അറിയുക എന്നുള്ളത് തീർച്ചയായും ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ മണ്ഡലങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നമ്മുടെ ഗ്രൂപ്പിൽ നടക്കാറുമുണ്ട് എന്നുള്ളത് അറിഞ്ഞു. ഇതുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മലപ്പുറം മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ രാഷ്ട്രീയ ചിത്രം, ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സഖാക്കളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഗ്രൂപ്പിലെത്തിയിട്ടുള്ളത്. മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ ഏറെക്കാലമായി മുസ്ലിം ലീഗിൻ്റെ കോട്ടയെന്നും പൊന്നാപുരം കോട്ടയെന്നും അവകാശപ്പെടുന്ന മുസ്ലിം ലീഗുകാർ അഹങ്കരിക്കുന്ന ഒരു മണ്ഡലമാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ളത്. കേരളത്തിലെ തന്നെ പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2008 ഒരു മണ്ഡല പുനരേകീകരണത്തോടെയാണ് പിന്നെ മലപ്പുറം എന്ന മണ്ഡലം പിറക്കുന്നത്. അതുവരെ മഞ്ചേരി എന്ന മണ്ഡലത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. 2008 മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ മഞ്ചേരി ഇല്ലാതായി പുതിയ മലപ്പുറം ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നിരുന്നത്. മഞ്ചേരി ആയിരുന്നപ്പോഴും ലീഗിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന, മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന, ഇപ്പോഴും വലിയ രീതിയിൽ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയിലെ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വർത്തമാനകാലത്ത് വലിയ മാറ്റങ്ങൾ മലപ്പുറത്തിന് സംഭവിച്ചു എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സാധ്യതയുള്ള ഒരു ഇടമായി മലപ്പുറവും മാറുന്നു എന്നുള്ള വളരെ ശുഭകരമായ ഒരു അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ മണ്ഡലത്തിന് പങ്കുവെക്കാനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്കറിയാം. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മലപ്പുറമായിരിക്കുമ്പോഴും മഞ്ചേരി ആയിരിക്കുമ്പോഴും ഏറെക്കാലം മുസ്ലിം ലീഗ് കൈയാളിയ, മുസ്ലിം ലീഗ് ഭരിച്ച ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ തകരാത്ത കോട്ടകളില്ല എന്ന് തെളിയിച്ച ഇടം കൂടിയാണ് ഈ മണ്ഡലം എന്നുള്ളതാണ്. മഞ്ചേരി ആയിരിക്കുമ്പോൾ 2004 മഞ്ചേരി മണ്ഡലമായിരിക്കെ TK ഹംസയിലൂടെ മണ്ഡലം പിടിച്ചെടുത്താണ് ഇടതുപക്ഷം ഒരു പുതിയ പ്രതീക്ഷ പകർന്നത്. അതായത് ലീഗിൻ്റെ ഷുവർ സീറ്റായിരുന്ന മഞ്ചേരിയിൽ സഖാവ് TK ഹംസ വിജയിക്കുകയാണ്. അതൊരു പുതിയ ചരിത്രമായിരുന്നു. അത് ഇന്നും ഇടതുപക്ഷത്തിന് മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു വലിയ ആവേശം പകരുന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 2004 അതായത് കാലാകാലങ്ങളിലായി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് വിജയിച്ചിരുന്ന ലീഗ്, മലപ്പുറം മണ്ഡലത്തിൽ കൃത്യമായ ഓരോ വർഷവും കൃത്യമായ ലീഡ് വർദ്ധിപ്പിച്ചിരുന്ന ലീഗ്, അങ്ങനെയുള്ള മലപ്പുറം മണ്ഡലത്തിൽ
2004 TK ഹംസ എന്ന് പറയുന്ന ഇടതുപക്ഷ നേതാവിനെ അണിനിരത്തിക്കൊണ്ട് KPA മജീദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയെ 47,743 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷം തോൽപ്പിച്ചത്. അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരു മണ്ഡലവും പൊന്നാപുരം കോട്ടകളല്ല, ഒരു മണ്ഡലവും കുത്തകളല്ല, ഏത് കോട്ടകളും പൊളിയും എന്ന് നമ്മൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഇന്നും ഇടതുപക്ഷ പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് 2004 തിരഞ്ഞെടുപ്പ്. ലക്ഷക്കണക്കിന് വോട്ടിന് ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ മത്സരിച്ചു പോയിരുന്ന ഒരു മണ്ഡലത്തിൽ 47,743 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിച്ചത് ഇന്നും ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകലാണ്. ഇപ്പോൾ മറ്റു മണ്ഡലക്കാരെല്ലാം തന്നെ ഇപ്പോൾ മലപ്പുറത്തെ പലപ്പോഴും ദയനീയമായും എന്നാൽ പ്രതീക്ഷയോടുകൂടിയും ഏറെ ആവേശത്തോടു കൂടിയും പലപ്പോഴുമൊക്കെ നോക്കിക്കാണാറുണ്ട്. കാരണം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ലീഗാണ് ജയിക്കുന്നത്. പൊതുവെ മലപ്പുറം ജില്ലയിൽ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 20 സീറ്റിൽ 16 സീറ്റിലും UDF ലീഗാണ് വിജയിക്കുന്നത്. അപ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് പ്രാമുഖ്യമുള്ള ഒരു ജില്ലയാണ്. അവിടെ ഓരോ ഇടതുപക്ഷ പ്രവർത്തകരും സഖാക്കളും CPMകാരും പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വലിയ ചർച്ചകൾ ഞങ്ങളെല്ലാവരും നടത്താറുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പുറകിലൊന്നുമല്ല എന്ന് ഞങ്ങൾ ഉറച്ചു പറയാറുണ്ട്. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മലപ്പുറത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലീഗിൻ്റെ നേതാക്കന്മാർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇബ്രാഹിം സുലൈമാൻ സേട്ടൊക്കെ മുൻകാലങ്ങളിൽ ലീഗിൻ്റെ ഇവിടുത്തെ MP മാരായിരുന്നു. 1957 മഞ്ചേരി മണ്ഡലം രൂപീകരിക്കുന്ന സമയത്ത് B പോക്കറിലൂടെയാണ് ലീഗ് വിജയിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 5-6 വർഷം 7 വർഷത്തോളം ഇബ്രാഹിം സുലൈമാൻ സേട്ടാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തെ മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്, ലീഗിൽ മത്സരിച്ചിരുന്നത്, ജയിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ലീഗിൻ്റെ തകർച്ച നമ്മൾ വിലയിരുത്തുന്നത് അവിടെയാണ്. കാരണം മുൻകാലങ്ങളിൽ ഇബ്രാഹിം സേട്ട് മത്സരിച്ച് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച് നോമിനേഷൻ കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു ദിവസമോ 2 ദിവസമോ വന്നൊരു റോഡ് ഷോ മാത്രം നടത്തി പോയിടത്ത് നിന്നും നമ്മളോടൊപ്പം വീട് കയറേണ്ടി വരുന്ന ഓരോ ടൗണിലും ഇറങ്ങി ഓരോ മനുഷ്യരിലേക്കും പരമാവധി ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഓടിക്കിതക്കുന്ന ET മുഹമ്മദ് ബഷീറിനെയും സമദാനിയെയുമെല്ലാം മലപ്പുറത്ത് കാണുന്നു എന്നതിൻ്റെ അർത്ഥം ലീഗിൻ്റെ പരവേശമാണ്, ലീഗിൻ്റെ പ്രതിസന്ധിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അതുതന്നെയാണ് മലപ്പുറത്തിൻ്റെ മാറ്റം. സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു പോയി പിന്നീട് തിരഞ്ഞെടുപ്പിന് മാത്രം വന്നിരുന്ന മലപ്പുറത്ത് ഓരോ വീട് കയറിയും ഓരോ മനുഷ്യരിലേക്കും എത്തി വോട്ട് ചോദിക്കേണ്ട ഗതികേടിലേക്ക് മുസ്ലിം ലീഗ് എത്തിയെങ്കിൽ അതുതന്നെയാണ് മലപ്പുറത്തെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ശരിയായ ദിശയിലാണ് എന്നുള്ളത്. മലപ്പുറം മണ്ഡലത്തിൻ്റെ ഒരു മൊത്തം ചിത്രം നോക്കുകയാണെങ്കിൽ 7 മണ്ഡലങ്ങളാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് ഇങ്ങനെയുള്ള 7 മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത്. ഈ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഈ 7 മണ്ഡലങ്ങളിലും വിജയിക്കുന്നത് UDF ആണെങ്കിൽ പോലും അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഇടങ്ങളല്ല. ഇതിൽ പെരിന്തൽമണ്ണയും മങ്കടയുമെല്ലാം നേരിയ ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗ് ജയിക്കുന്നത്. മഞ്ചേരിയിലും കൊണ്ടോട്ടിയിലും വള്ളിക്കുന്നും വലിയ ഒരു ഭൂരിപക്ഷമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വേങ്ങരയിലും മലപ്പുറത്തും മാത്രമാണ് കുറച്ചെങ്കിലും നമ്മളെക്കാൾ ഉയരത്തിൽ ലീഗ് നിൽക്കുന്നത്. അതിൻ്റെ വോട്ടിംഗ് ശതമാനം നോക്കണേ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ശതമാനം നോക്കുകയാണെങ്കിൽ കൊണ്ടോട്ടിയിൽ മുസ്ലിം ലീഗിൻ്റെ ലീഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17,713 ലീഡാണ്.
എന്നാൽ അതിന് തൊട്ടു മുമ്പ് തിരഞ്ഞെടുപ്പുകളിൽ ലീഗിൻ്റെ ലീഡ് അതിലും അധികമായിരുന്നു. മഞ്ചേരിയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 14,000 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ ലീഡ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് UA ലത്തീഫ് മത്സരിച്ചുകൊണ്ട് വിജയിക്കുന്നത് 14,573 വോട്ടിനാണ്. എന്നാൽ അതേസമയം അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് M ഉമ്മർ MLA മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത് 19,000 വോട്ടിനാണ്. ഏകദേശം 5,000-ഓളം വോട്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറയുകയാണ് ലീഗിന്. പെരിന്തൽമണ്ണ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് വെറും 38 വോട്ടിനാണ്. അതിൻ്റെ തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് 579 വോട്ടിനാണ്. ഇപ്പോൾ നിങ്ങൾ വിജയം അരികിലായി നിൽക്കുകയാണ് ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷം മുമ്പ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് പെരിന്തൽമണ്ണ. മങ്കട മണ്ഡലം 6,246 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇടതുപക്ഷവും ലീഗും തമ്മിലുള്ളത്. വള്ളിക്കുന്ന് മണ്ഡലം 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വ്യത്യാസമുള്ളത്. പിന്നെ മലപ്പുറത്തൊരു 35,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് ഞാൻ പറയുന്നത്. 35,000 വോട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും മലപ്പുറം എന്ന മണ്ഡലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മലപ്പുറം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് ലീഡ് കൊടുത്ത ഒരു മണ്ഡലമായിരുന്നു. 44,000 വോട്ടിനാണ് ഇതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉബൈദുള്ള ജയിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉബൈദുള്ള ജയിക്കുന്നത് 35,000 വോട്ടിന്. ഏകദേശം 10,000-ഓളം വോട്ട് കുറയുകയാണ്. വേങ്ങരയിൽ 30,000 വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് വിജയിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38,000 വേങ്ങരയിൽ ലീഗിൻ്റെ ലീഡ്. 8,000 വോട്ടുകൾ കുറയുകയാണ്. അതിനു മുമ്പ് KN ഖാദർ മത്സരിച്ച സമയത്ത് ഏകദേശം 23,000 വോട്ടുകളായി ചുരുങ്ങിയിട്ടുണ്ട് വേങ്ങരയിൽ. ഇങ്ങനെയാണ് മണ്ഡലത്തിലെ പൊതുവെ ഒരു വോട്ടിംഗ് ശതമാനം. ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. മണ്ഡലത്തിൻ്റെ ഒരു പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി PK കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ ലീഡുണ്ടായിരുന്നു. ഏകദേശം 2,60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും കുഞ്ഞാലിക്കുട്ടി വിജയിക്കുന്നത്. അന്ന് രാഹുൽ ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ എന്താ പറയുക പ്രവാചക തുല്യനായിക്കൊണ്ട് പിന്നെ രാഹുൽ ഗാന്ധിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് വോട്ട് ചോദിച്ചത്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ, അതായത് BJPക്ക് ബദലാവുക എന്നുള്ളതാണ്. എന്നും വർഗീയതയ്ക്കെതിരെ മുഖം തിരിയുന്ന നാടാണ് മലപ്പുറം. തീർച്ചയായും മലപ്പുറം എന്ന് കേരളം തന്നെ തീർച്ചയായും വർഗീയതയ്ക്കെതിരെ വിധിയെഴുതുന്ന നാടാണ്. അതിൽ മലപ്പുറത്തിനൊരു പ്രത്യേകതയുണ്ട്. മലപ്പുറം തീർച്ചയായും ഒരു വർഗീയ വിരുദ്ധ സംസ്കാരമുള്ള പാരമ്പര്യമുള്ള ജില്ലയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. വല്ലാത്ത രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെട്ട പോലെ ചിത്രീകരിക്കുകയും അതിൻ്റെ ഇരയാക്കപ്പെടുകയും ചെയ്തൊരു ജില്ലയാണ് മലപ്പുറം. എന്നാൽ അതിനെതിരെ ശക്തമായി പടനയിക്കുകയും ചെയ്തൊരു ജില്ലയാണ് മലപ്പുറം എന്നുള്ളത്. അതുകൊണ്ട് വർഗീയവാദികളെ എല്ലാ കാലത്തും അകറ്റി നിർത്തുക എന്നുള്ളത് മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് BJPയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കേണ്ടതുണ്ട്, അതിന് കോൺഗ്രസിനെ കഴിയൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് രാഹുൽ ഗാന്ധിയുടെ തെറ്റായ വാഗ്ദാനങ്ങളുടെ ഭാഗമായി, മുസ്ലിം ലീഗിൻ്റെ കെട്ടുകഥകളുടെ ഭാഗമായി ജനങ്ങൾക്ക് വലിയൊരു അമളി പറ്റി. കേരളത്തിൽ ആകമാനമുണ്ടായിട്ടുള്ള ആ പ്രയാസം, പ്രതിസന്ധി മലപ്പുറത്തും ഉണ്ടായി. 2,60,000 വോട്ടിനാണ് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന സഖാവ് VP സാനു കുഞ്ഞാലിക്കുട്ടിയുമായി മത്സരിച്ചുകൊണ്ട് പരാജയപ്പെടുന്നത്. എന്നാൽ തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചുകൊണ്ട് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വേങ്ങരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ആ വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് നിയമസഭയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായി 2021 കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞ ഒഴിവിലേക്ക് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അബ്ദുസമദ് സമദാനിയായിരുന്നു ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ആ മത്സരത്തിൽ നമ്മൾ കണ്ടു 2019 2,60,000 വോട്ട്
ലീഡ് നൽകിയ മലപ്പുറം മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് VP സാനു തന്നെ വീണ്ടും മത്സരിക്കുന്നു. 1,14,000 ലീഡ് കുറക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, 1,30,000 50,000 വോട്ടുകൾ ലീഡ് കുറക്കാൻ കഴിയുകയാണ് ഇടതുപക്ഷത്തിന്. മലപ്പുറം മണ്ഡലത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മലപ്പുറത്തിനകത്ത് വലിയ വിപ്ലവങ്ങൾക്ക്, വലിയ മാറ്റങ്ങൾക്ക് സാധ്യതകളുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മലപ്പുറം അങ്ങനെ എഴുതി തള്ളേണ്ട ലീഗിൻ്റെ കോട്ടയൊന്നുമല്ല. മാറ്റത്തിന് വിധേയമാകാൻ മലപ്പുറത്തിന് സാധ്യതകളുണ്ട്. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിന് അനുകൂലമായ സാഹചര്യം പെരിന്തൽമണ്ണയിലുണ്ട്, മങ്കടയിലുണ്ട്, മഞ്ചേരിയിലുണ്ട്, വള്ളിക്കുന്നിലുണ്ട്, കൊണ്ടോട്ടിയിലുണ്ട്. മലപ്പുറത്തും വേങ്ങരയും അടക്കമുള്ള 2 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി 5 മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് സാധ്യമാകുന്നതാണ്. മലപ്പുറത്തും വേങ്ങരയിലും പൂർണ്ണമായും ഇല്ല എന്നുള്ളതല്ല, മറിച്ച് സാധ്യതകളുണ്ട്. മലപ്പുറം അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലീഗിൻ്റെ സമുന്നതനായ നേതാവായ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് തറപറ്റിച്ചവരാണ് നമ്മൾ. ആ ഒരു ചരിത്രമുണ്ട് മലപ്പുറത്തിന്. ആ ചരിത്രം ഇനിയും ആവർത്തിക്കും എന്നുള്ള ഒരു വലിയ സാധ്യത. നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2004 TK ഹംസ വിജയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷം മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് 2004 ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അന്തരീക്ഷം ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല, ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അടക്കമുള്ള ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരുടെയും മനസ്സിനകത്തേക്ക് അങ്ങനെ ഒരു ചിന്ത കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇവിടുത്തെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഇതാ ഒരു മാറ്റം മലപ്പുറം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു അന്തരീക്ഷം മലപ്പുറത്ത് രൂപപ്പെടും. അതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ട്. ഏറെക്കാലമായി മലപ്പുറത്തിൻ്റെ പാർട്ടിയായി മലപ്പുറം ഞങ്ങളുടെ കുത്തകയാണ് എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ്, മലപ്പുറത്തിൻ്റെ എല്ലാ അധികാര സ്ഥാനങ്ങളും വഹിക്കുന്ന ലീഗിന് മലപ്പുറത്തിനൊരു വികസന മാതൃക കാണിക്കാൻ, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ മുന്നേറ്റത്തിന് സഹായകമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല. കേന്ദ്ര സഹമന്ത്രിയായും മന്ത്രിമാരായും മുസ്ലിം ലീഗ് ഇരുന്ന കാലത്ത് പോലും മലപ്പുറത്തിനകത്ത് മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ള വലിയ ചർച്ചകൾ. ആ ചർച്ച തന്നെയാണ് ഈ നാടിൻ്റെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വലിയ ആശങ്കയിലാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നോക്കൂ, പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. CPM-നായിക്കോട്ടെ, CPI-ക്ക് ആയിക്കോട്ടെ, ഇടതുപക്ഷത്തിലുള്ള ഓരോ ഘടകകക്ഷികൾക്കായിക്കോട്ടെ, എല്ലായിടത്തും ഒരു നിലപാടാണ്. അത് തിരുവനന്തപുരത്തും മലപ്പുറത്തും പാലക്കാടും കാസർഗോഡും കണ്ണൂരും ആലപ്പുഴയിലും എറണാകുളത്തും എല്ലാ മണ്ഡലത്തിലും, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയോ ആയിക്കോട്ടെ, നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു നിലപാടേ ഉള്ളൂ. എല്ലാ വിഷയത്തിലും ഇന്ത്യക്കകത്ത് ഒരൊറ്റ നിലപാടേ നമുക്കുള്ളൂ. എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലക്കകത്തുനിന്ന് മാത്രമല്ല, കേരളത്തിലുടനീളം നമ്മൾ വലിയ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുകയാണ്. മലപ്പുറത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഓരോ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. സഖാവ് പിണറായി വിജയൻ തന്നെ പങ്കെടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു വലിയ ഭരണഘടനാ സംരക്ഷണ സദസ്സ് നടക്കുകയാണ്. 10,000-കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തുകയാണ്. നോക്കൂ, റമദാൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാസത്തിൽ മത വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തികൾ മാത്രം ചെയ്തു പോകുന്ന ഒരു കാലത്ത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊടും വേനലിൽ ഇടതുപക്ഷം മലപ്പുറത്ത് രാവിലെ 10 മണിക്ക് സംഘടിപ്പിച്ച ഒരു പരിപാടിക്ക് ജനം ഒഴുകിയെത്തുകയായിരുന്നു. വെയിലിനെ മാറ്റിവെച്ച് എല്ലാ സമുദായത്തിൽപ്പെട്ട ജനങ്ങളും ഒഴുകിയെത്തുകയാണ്. അത് ഇടതുപക്ഷത്തോടുള്ള ഐക്യദാർഢ്യപ്പെടലാണ്. ആ പരിപാടിയിൽ പങ്കെടുത്ത മതസാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരടക്കം പങ്കെടുക്കുകയാണ്. അവരടക്കം പറയുകയാണ്, ഇവിടെ നമുക്കൊരു പ്രതിഷേധത്തിലും റാലിയിലും മാത്രം അവസാനിപ്പിച്ചാൽ പോരാ, മറിച്ച് തിരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കണം, അതിന് കരുത്തുള്ള ഇടതുപക്ഷം വരണമെന്ന് ഈ നാട്ടിലെ സാമുദായിക സംഘടനയുടെ
വിവിധങ്ങളായ മുസ്ലിം ന്യൂനപക്ഷ സംഘടനകളുടെ നേതാക്കന്മാർ വേദിയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് തന്നെയാണ് മലപ്പുറത്തിൻ്റെ മാറ്റം. ആ മാറ്റം ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിമിഷം വരെ കോൺഗ്രസ്സിന് നിലപാട് പറയാൻ കഴിയുന്നില്ല. കേരളത്തിലെ കോൺഗ്രസും ലീഗൊക്കെ അതിനെതിരെ പറയുന്നുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അത് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ലീഗിന്. നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു വാക്ക് പോലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനെതിരെ ഒരു മറുപടി പറയാൻ എത്രയും കാലം പറഞ്ഞത് വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് പറഞ്ഞത്. അവിടെയും പ്രതികരിച്ചില്ല. വലിയ ആശങ്കയിലാണ് ലീഗിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകർ വരെ. അതായത് ലീഗിനകത്തുള്ള അധികാരമോഹികളായ നേതാക്കന്മാരെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് ലീഗിലുള്ള താഴെത്തട്ടിലുള്ള കലാകാലങ്ങളായി ലീഗിന് വോട്ട് ചെയ്യുന്ന, ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ലീഗിനെ വിശ്വസിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. അവർ പറയുന്നു ലീഗിൻ്റെ നിലപാട് ശരിയല്ല, കോൺഗ്രസിൻ്റെ നിലപാട് ശരിയല്ല, രാഹുൽ ഗാന്ധി മൗനം വെടിയണമെന്ന് ലീഗിൻ്റെ പ്രവർത്തകർ തന്നെ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാലമായി, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമായി മാറിയിരിക്കുകയാണ്. അവിടെ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലപ്പുറം. നോക്കൂ, മലപ്പുറത്തിനകത്ത് വലിയ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങളുടെ അടിയൊഴുക്കുകൾ സംഭവിക്കുമെന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പങ്കുവെക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ ന്യൂനപക്ഷങ്ങൾ ഒഴുകിയെത്തും. ന്യൂനപക്ഷ വോട്ടുകൾ കാലാകാലങ്ങളിലായി ലീഗിന് മാത്രം വോട്ട് ചെയ്തിരുന്ന, കാലാകാലങ്ങളായി കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലമുള്ള, എന്തു തന്നെ സംഭവിച്ചാലും ലീഗിനൊപ്പം ചേർന്ന് നിൽക്കുന്ന, ലീഗിനെ ഒരു മതപരമായ വൈകാരികതയായി കണ്ടിരുന്ന, ലീഗ് ഒരു മതത്തിൻ്റെ സംരക്ഷണ ഭിത്തിയാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു വലിയ സമൂഹമൊന്നാകെ ഇത്തവണ ഇടതുപക്ഷത്തേക്ക് ഒഴുകും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിന് പങ്കുവെക്കാനുള്ളത്. ആ മാറ്റം പ്രകടമാണ്. മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തെ നാം തിരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് കരുത്തു പകരുന്ന ഒരു സ്ഥാനാർത്ഥി വന്നു എന്നുള്ളത് അതിലും വലിയ കരുത്താണ്. നോക്കൂ, ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പുകളിൽ കുറേ കാലമായി ലീഗിൻ്റെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായും നിരവധിയായ അധികാര പദങ്ങൾ കൈകാളുകയും ചെയ്ത ഒരു മനുഷ്യൻ, നിരവധി ചെറുപ്പക്കാരുണ്ടായിട്ടും അവർക്കൊന്നും ഒരു അവസരം കൊടുക്കാതെ ഇയാൾ വീണ്ടും മത്സരിക്കുന്നു. വലിയ പ്രതിഷേധമുണ്ട്. എന്നാൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ചടുലമായ യുവജന സംഘടനയായ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായ സഖാവ് വസീഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ്. ആ ചെറുപ്പത്തെ നാട് സ്വീകരിച്ചിരിക്കും എന്നുള്ളതാണ്. വസീഫിൻ്റെ മനുഷ്യരോടുള്ള ഇടപഴകൽ, ഇടതുപക്ഷ സ്വഭാവത്തോടു കൂടിയുള്ള സംസാരങ്ങൾ, ഓരോ വിഷയത്തിലും നല്ല കൃത്യവും വ്യക്തവുമായ നിലപാടും മറുപടിയും ഉത്തരവുമുണ്ട് എന്നുള്ളത് തന്നെ വലിയ പ്രതീക്ഷയാണ്. ആ സാധ്യത തന്നെയാണ്, ആ സ്ഥാനാർത്ഥിയുടെ കെട്ടുറപ്പിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം പിടിച്ചെടുക്കാൻ പോകുന്നത്. വസീഫ് എന്ന് പറയുന്ന DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി മലപ്പുറത്തെ യുവത്വത്തിന് വലിയ പ്രതീക്ഷയോടുകൂടി, മലപ്പുറത്തെ യുവത്വമാകെ ഇളകിക്കൊണ്ട്, ഇടതുപക്ഷ DYFI എന്നതിനപ്പുറത്ത് മറ്റുള്ള യൗവനങ്ങൾ പോലും ഒരു യുവാവ് വരണം, ഒരു മാറ്റം വരണം, പുതിയ ചിന്തകൾ വരണം, ആ രീതിയിൽ എല്ലാ തലമുറകളോടും എല്ലാ പ്രായക്കാരോടും ഒരുപോലെ ഇടപഴകുകയും സംസാരിക്കുകയും സൗമ്യമായി ഇടപഴകുകയും ഏറ്റവും മനോഹരമായി പുഞ്ചിരിക്കുകയും ഏറ്റവും സുന്ദരമായി സംസാരിക്കുകയും ചെയ്യുന്ന വസീഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്വം തന്നെയാണ് മലപ്പുറത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജികളിൽ മറ്റൊന്ന്. ആ പോസിറ്റീവ് എനർജി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപാദിക്കുമെന്നുള്ളതാണ്. മാറ്റത്തിൻ്റെ ഒരു കാറ്റ് വീശുന്നത് അവിടെയാണ്. സ്ഥാനാർത്ഥിയായി വസീഫ് വരുന്നു. കാലാകാലങ്ങളിലായി ലീഗിന് മാത്രം വോട്ട് ചെയ്തിട്ടുള്ള, ലീഗിൻ്റെ കോണിച്ചിഹ്നം മാത്രം കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു തലമുറ മാറി ചിന്തിക്കുന്നു എന്നുള്ളതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാണ്. അപ്പോൾ 2004 ഉണ്ടായിരുന്ന ഒരു മാറ്റം ഇവിടെയും ഉണ്ടാകും. സകളെ ഞാൻ ചുരുക്കുകയാണ്. എൻ്റെ സമയപരിമിതി മൂലം വിശദമായി സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സഖാക്കൾ അതിനോട് ക്ഷമിക്കണം. ഞാൻ ചുരുക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2004 തിരഞ്ഞെടുപ്പിൽ
സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇടതുപക്ഷ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാവ് അംസാക്ക സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സഖാക്കളെ, നമ്മൾ കിണർ കുഴിക്കാൻ പോകുന്നത് കരിമ്പാറയിലാണ്. വെള്ളം കാണുമെന്ന ഒരു പ്രതീക്ഷയുമില്ല, എങ്കിലും നമ്മൾ കുഴിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ആ 2004 തെരഞ്ഞെടുപ്പിൽ ആ കരിമ്പാറയിൽ വെള്ളം കണ്ടു. മഞ്ചേരി മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിച്ചു. അതുപോലെ ആ കരിമ്പാറയിൽ വീണ്ടും ഒരിക്കൽ കൂടി നമ്മളൊരു കിണർ കുത്തുകയാണ്. ഇത്തവണയും വെള്ളം കാണുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ആ കരുത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. മറ്റ് കേരളത്തിലാകമാനമുള്ള ഇടതുപക്ഷ മുന്നേറ്റങ്ങൾക്കൊപ്പം ഇത്തവണ മലപ്പുറവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. സഖാക്കളെ, ശക്തമായ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തോടു കൂടി മലപ്പുറവും മുന്നോട്ട് തന്നെയാണ്. ലീഗിൻ്റെ മാത്രം കൊത്ത കൊട്ടളമെന്ന് അവകാശപ്പെട്ടിരുന്ന മലപ്പുറത്തിൻ്റെ മണ്ണിൽ അഭിമാനത്തോടുകൂടി പറയുന്നു, മലപ്പുറത്ത് സഖാക്കൾ നടത്തിയ ഉജ്ജ്വലമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷം ചൂടാൻ പോകുന്ന ഒരു പുതിയ കിരീടമായിരിക്കും, മലപ്പുറത്തെ ഇടതുപക്ഷം ചൂടാൻ പോകുന്ന ഒരു പുതിയ കിരീടം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയമായിരിക്കും എന്നുള്ളതാണ് സഖാക്കളോട് സൂചിപ്പിക്കാനുള്ളത്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ ശബ്ദം ശ്രവിച്ച, എനിക്ക് വേണ്ടി കാതുകൾ കടന്നെന്ന മുഴുവൻ സഖാക്കളോടും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച മുഴുവൻ സഖാക്കളെയും, അഡ്മിന്മാരെയും ഇതിലെ ഗ്രൂപ്പ് അംഗങ്ങളെയും മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് വോട്ടെണ്ണുമ്പോൾ മലപ്പുറത്തും ചെങ്കൊടി പറക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ. ലാൽ സലാം.